40-ാം വെള്ളി ആചരണത്തിന്റെ ഭാഗമായി താമരശ്ശേരി രൂപത സംഘടിപ്പിച്ച 8ാമത് കുളത്തുവയൽ തീർത്ഥാടനത്തിന് വൻ ജനാവലി. കഴിഞ്ഞ ദിനം രാത്രി 10-ന് താമരശ്ശേരി മേരി മാതാ കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനത്തിന് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ നേതൃത്വത്തിലായിരുന്നു കുളത്തുവയലിലേക്ക് തിരിച്ചത്. ക്രിസ്തുവിന്റെ രക്ഷാകര പീഡാസഹനങ്ങളെ അനുസ്മരിച്ച് കട്ടിപ്പാറ, തലയാട്, കല്ലാനോട്, കൂരാച്ചുണ്ട് ഇടവകകൾ പിന്നിട്ട് രാവിലെ 7:30 കുളത്തുവയൽ കുടിയേറ്റ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. കുരിശിന്റെ വഴിയും ജപമാലയും തുടർച്ചയായി ചൊല്ലിയാണ് തീർത്ഥാടകർ 36 കിലോമീറ്റർ താണ്ടിയത്. വലിയ ഊർജത്തോടെയും വിശ്വാസത്തോടെയും നടന്ന തീർത്ഥാടനത്തിലെ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസിന്റെ വാക്കുകൾ. ഏകദേശം 10 മണിക്കൂർ എടുത്ത താമരശ്ശേരിയിൽ നിന്ന് കുളത്തുവയലിലേക്കുള്ള തീർത്ഥാടനം ഇത് 8ാമത്തെ വർഷമായിരുന്നു. വളരെ മനോഹരമായൊരു അനുഭവം. പങ്കാളിത്തം കൊണ്ട് ശക്തിപ്പെടുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ അനുഗ്രഹം. ഈ തീർത്ഥാടനം ജൂബിലി വർഷത്തിലെ തീർത്ഥാടനമാണല്ലോ. ദണ്ഡവിമോചനം ലഭിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ച് നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുന്ന നിമിഷങ്ങളാണ്. ഈ തീർത്ഥാടനം താമരശ്ശേരി കത്തീഡ്രലിൽ നിന്നും കുളത്തുവയലിലേക്കുള്ള തീർത്ഥാടനം മനോഹരമാകുന്നത് കൂട്ടായ്മ കൊണ്ടാണ്. രാത്രി മുഴുവനും ഉറങ്ങാതെ യാത്ര ചെയ്യുകയാണ് 100 കണക്കിന് ആളുകൾ. അത് വലിയ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണല്ലോ. വളരെ ക്ഷീണിതരാകും, പക്ഷേ ക്ഷീണമൊന്നും നമുക്ക് പ്രശ്നമല്ല. എന്തുകൊണ്ട്? കൂട്ടായ്മയുണ്ടെങ്കിൽ. നമ്മുടെ ജീവിതത്തിൽ പീഡകളും കഷ്ടപ്പാടുകളും ഉണ്ടാകും, പക്ഷെ കൂട്ടായ്മയുണ്ടെങ്കിൽ അതെല്ലാം മറന്നു പോകും. അത് കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും. കാലിന് വേദന, തലവേദന, ഈ മണിക്കൂറുകളിൽ ഉറക്കമില്ലാതെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രതിസന്ധികളാണ്. പക്ഷേ നിരന്തരമുള്ള പ്രാർത്ഥനയാണ്. ഒരു മിനിറ്റ് പോലും ഇടവിടാതെ കരുണക്കൊന്തിയും കുരിശിൻ്റെ വഴിയുള്ള പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളാണ് ഒരു ശക്തി നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ തീർത്ഥയാത്ര നമ്മെ പഠിപ്പിക്കുന്നത് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടാൽ. ഈ 2 കാര്യങ്ങളാണ് ഈ തീർത്ഥയാത്ര എന്നെ പഠിപ്പിച്ചത് കൂടുതലായിട്ട്. ഒന്ന്, സഹനങ്ങളിൽ നമുക്കൊന്നും വിഷമിക്കേണ്ട, കൂട്ടായ്മയുണ്ടെങ്കിൽ സഹനങ്ങൾ അപ്രത്യക്ഷമാകും. രണ്ടാമതായിട്ട്, എത്ര വലിയ സഹനങ്ങളാണെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്ക് വലിയ ശക്തിയാണെന്നും പറഞ്ഞു തരികയാണ്. ഈ നമുക്ക് കഴിയുന്ന അവസരങ്ങളിലെല്ലാം തീർത്ഥയാത്രകളിൽ പങ്കെടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വലിയ വിശ്വാസ തീക്ഷ്ണതയോടെ പ്രായഭേദമന്യേ നിരവധി പേർ ഈ കാൽനട തീർത്ഥാടനത്തിന്റെ ഭാഗമായി. ഇത്രയും ദൂരം നടന്നപ്പോഴും ശരീരത്തിനും മനസ്സിനും തളർച്ചയുണ്ടായില്ല എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ബെന്നിച്ചൻ എന്നാണ്. മരുതോങ്കര ഇടവകയിലാണ് ഞാൻ. മരുതോങ്കര ഇടവകയിൽ നിന്ന് ആരംഭിച്ച കുരിശിൻ്റെ വഴിയിൽ എനിക്ക് ഇന്ന് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞു. ഏറെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു ഈ കുരിശിൻ്റെ വഴി. രാവിലെ 4:15 ഈ കുരിശിൻ്റെ വഴി ആരംഭിച്ചത്. ഇവിടെ വരെ നടന്നു വന്നിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എനിക്ക് അനുഭവപ്പെട്ടില്ല. പല നിയോഗങ്ങളും മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഈ കുരിശിൻ്റെ വഴിയിൽ ഞാൻ പങ്കെടുത്തത്. ഒരു ക്ഷീണവും കൂടാതെ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ കഴിഞ്ഞു. ഇന്ന് മാത്രമല്ല, ഇതിനു മുമ്പുള്ള വർഷങ്ങളിലും ഇതുപോലെയുള്ള കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് ഏറെ സന്തോഷത്തോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്ത എല്ലാവരും വളരെ ഉത്സാഹത്തോടും ഉണർവോടും കൂടിയാണ് കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തത്. ഈ കുരിശിൻ്റെ വഴിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഉണർവിനും ദൈവാനുഗ്രഹങ്ങൾക്കും ഏറെ നന്ദി പറയുന്നു. എൻ്റെ പേര് സിബി ജോസഫ്. ഞാൻ കുളത്തുവയൽ ഇടവക അംഗമാണ്. 40-ാം വെള്ളിയാഴ്ച താമരശ്ശേരിയിൽ നിന്നും നടത്തപ്പെടുന്ന കുളത്തുവയൽ തീർത്ഥാടനം എന്തുകൊണ്ടും ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ് നമുക്കെല്ലാവർക്കും നൽകുന്നത്. കഴിഞ്ഞ 8 തീർത്ഥാടനത്തിലും പങ്കെടുക്കാൻ ഉള്ള കൃപ എനിക്ക് ലഭിച്ചു. നമ്മുടെ വ്യക്തിപരമായ കഴിവുകളെ നമുക്കിത് പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള സംശയം പലപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ ഒരു പ്രയാസമില്ലാതെ നമുക്ക് ഈ തീർത്ഥാടന യാത്ര പൂർത്തിയാക്കാൻ എല്ലാ വർഷവും കഴിയാറുണ്ട്. ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. ഈ യാത്രയിലൂടെ ധാരാളം ആളുകൾ പങ്കെടുക്കുകയും ധാരാളം ആളുകൾക്ക് ദൈവാനുഗ്രഹവും ദൈവകൃപയും നേടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേർക്ക് ദൈവകൃപയുടെ ഒരു
മികച്ച അവസരമായിട്ട് ഈ തീർത്ഥാടന യാത്ര വരും വർഷങ്ങളിലും തുടരട്ടെ എന്ന് പ്രത്യാശയോടെ നന്ദി. നിയോഗങ്ങൾ സമർപ്പിച്ച് തീർത്ഥാടനത്തിൽ പങ്കെടുത്തപ്പോൾ അതെല്ലാം സാധ്യമായ അനുഭവത്തെക്കുറിച്ച് യുവതിയുടെ വാക്കുകൾ. എൻ്റെ പേര് റീന ജോർജ്. ഞാൻ കുളത്തവേൽ ഇടവകയാണ്. ഞാൻ 6 വർഷമായി നടക്കുന്നു. എനിക്ക് ഒരു കിലോമീറ്റർ പോലും നടക്കാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണവും കാലുവേദനയായിരുന്നു. എങ്കിലും ഒരിക്കൽ ഈ 6 വർഷവും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഞാൻ ഓരോ വർഷവും ഓരോ നിയോഗം വെച്ചാണ് നടക്കുന്നത്. ആ നിയോഗം ആ വർഷം തന്നെ എനിക്ക് സാധിച്ചു കിട്ടുമായിരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ മോൾക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് വളരെ തടസ്സമായിരുന്നു. ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവരും 4 പേരും നടന്നു. രാത്രി 8 മണിയായപ്പം പുതിയൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ കിട്ടുകയും ബ്ലോക്കായി കിടന്ന 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് ആ സമയം തന്നെ അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പിതാവിനും വിശുദ്ധ ഗീവർഗീസിനും 1000 നന്ദി. തുടർന്ന് നടന്ന ദിവ്യബലിയിൽ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.